ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു യുഎസ് ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ദശാംശ സംഖ്യകളെ കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ എന്താണ് ദശാംശ സംഖ്യകൾ എന്ന് പഠിച്ചു. ഇതിന്റെ ഒരു പാർട്ട് 2 ആയിട്ടാണ് ടീച്ചർ വന്നിട്ടുള്ളത്. എന്ത് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ദശാംശ സംഖ്യകളുടെ ഗുണനം, ഹരണം, കൂട്ടാനും കുറയ്ക്കാനും എല്ലാം പഠിക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ഡെസിമൽസ് അല്ലെങ്കിൽ ദശാംശ സംഖ്യകൾ എന്നൊന്ന് ആദ്യം ഒന്ന് ചിന്തിക്കാം. എന്തായിരുന്നു ദശാംശ സംഖ്യകൾ? എന്തായിരുന്നു ദശാംശ സംഖ്യകൾ? ഒന്നുകൂടി ഓർത്തെടുക്കാം അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, നല്ല രീതിയിൽ നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടി ഓർത്തെടുക്കാം. A/B ഫോമിലുള്ള സംഖ്യകൾ നമ്മൾ എന്താണ് വിളിക്കാറ്? ഭിന്നസംഖ്യകൾ എന്നാണ് വിളിക്കാറ്. A/B ഫോമിലുള്ള ഭിന്നസംഖ്യകളുടെ A എന്ന് പറയുന്നത് അംശവും B എന്ന് പറയുന്നത് ഛേദവുമാണ്. ആണല്ലോ. A അംശവും B ഛേദവുമാണ്. ഈ ഛേദം B എന്ന ഛേദം 10, 100, 1000 തുടങ്ങിയ സംഖ്യകൾ ആയി വരുന്ന ഭിന്നസംഖ്യകളെയാണ് നമ്മൾ ദശാംശ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. ദശാംശ സംഖ്യകൾ എന്തായിരുന്നു? ഭിന്നസംഖ്യകളിൽ ഛേദത്തിന് 10, 100, 1000 തുടങ്ങിയ സംഖ്യകൾ വരുന്ന ഭിന്നസംഖ്യകളെയാണ് ദശാംശ സംഖ്യകൾ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ദശാംശ സംഖ്യകൾ എഴുതുന്നത് എങ്ങനെയാണെന്നും നമ്മൾ പഠിച്ചു. എങ്ങനെയായിരുന്നു? 2/10 ആണ് നമ്മുടെ ഒരു ഭിന്നസംഖ്യ. ഇതൊരു ദശാംശ സംഖ്യ കൂടിയാണ്. കാരണം എന്താണ്? ഛേദം 10 എന്ന സംഖ്യ ആയതുകൊണ്ട് ഇതൊരു ദശാംശ സംഖ്യ കൂടെയാണ്. ഇതിനെ എങ്ങനെ ദശാംശ സംഖ്യ രൂപത്തിൽ, പ്രത്യേക രൂപത്തിൽ എങ്ങനെ എഴുതാം? 0.2 എന്ന് എഴുതാമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഏതൊരു ഭിന്നസംഖ്യയെയും, ഏതൊരു മിശ്ര ഭിന്നസംഖ്യ ആയാലും വിഷമ ഭിന്നസംഖ്യ ആയാലും ഏതൊരു ഭിന്നസംഖ്യയെയും ദശാംശ സംഖ്യ രൂപത്തിലേക്ക് മാറ്റാനും നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിക്കണ്ടേ? അതെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? അതെ, എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? ടീച്ചറുടെ തൊട്ട് മുന്നത്തെ ക്ലാസ് ഒന്ന് പോയി കാണുക. അപ്പൊ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കും. അതിന്റെ പ്രോബ്ലംസ് ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ദശാംശ സംഖ്യകളെ എങ്ങനെയാണ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ഏതൊരു ഭിന്നസംഖ്യയെയും കൂട്ടാൻ നമുക്കറിയാലേ. ആദ്യം നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഡിഷൻ ആണ്, കൂട്ടാനാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് ദശാംശ സംഖ്യകളെ എങ്ങനെ കൂട്ടാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്കറിയാം, രണ്ട് ഭിന്നസംഖ്യകളെ കൂട്ടാനായിട്ട് നമുക്കറിയാം. അറിയാമല്ലോ, 2/3 പ്ലസ് 4/3. ഇത് രണ്ട് ഭിന്നസംഖ്യകളാണ്. ദശാംശ സംഖ്യയാണോ? അല്ല, ഇവ രണ്ട് ഭിന്നസംഖ്യകൾ മാത്രമാണ്. 2/3 പ്ലസ് 4/3. ഇതിനെ എങ്ങനെയാണ് നമ്മൾ കൂട്ടാറ്? നമ്മൾ എന്ത് ചെയ്യും? അംശങ്ങൾ രണ്ടും തമ്മിൽ കൂട്ടുന്നു. എപ്പോ മാത്രം? ഛേദം തുല്യമാണെങ്കിൽ എന്ത് ചെയ്യും? അംശങ്ങൾ തമ്മിൽ കൂട്ടുകയും ഛേദം അതിൽ തന്നെ എഴുതുകയും ചെയ്യുന്നു. ഛേദം 3, 2 ആയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഛേദം 3 തന്നെ എഴുതുന്നു. ഉത്തരത്തിലും നമ്മുടെ അംശങ്ങൾ രണ്ടും തമ്മിൽ കൂട്ടുന്നു. അപ്പൊ 2 പ്ലസ് 4/3 എന്ന് കിട്ടും. അതായത് 6/3, അതായത് 2 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നമുക്ക് അറിയുന്ന കാര്യം, ഭിന്നസംഖ്യയുടെ ക്ലാസ്സിലെ ടീച്ചർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ് എങ്ങനെയാണ് ഭിന്നസംഖ്യകൾ കൂട്ടുന്നത് എന്ന്. നമുക്കിത് ഇവിടെ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? ദശാംശ സംഖ്യകൾ എങ്ങനെയാണ് കൂട്ടുന്നത് എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഞാൻ രണ്ട് ദശാംശ സംഖ്യകൾ എഴുതാണ്. 0.2 പ്ലസ് 0.4 എന്ന രണ്ട് ദശാംശ സംഖ്യകൾ ഞാൻ എഴുതി. ഓക്കെ, എന്താണ് 0.2 പ്ലസ് 0.4 എന്ന രണ്ട് ദശാംശ സംഖ്യകൾ? സംശയമൊന്നുമില്ലല്ലോ അല്ലെ? ഇത് ദശാംശ സംഖ്യയാണ്. ഇതിനെങ്ങനെ നമുക്ക് കൂട്ടാം? ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് സംഖ്യകളെ നമുക്ക് നോക്കാം. തന്നിട്ടുള്ള സംഖ്യകൾ 2, 4 എന്ന രണ്ട് എണ്ണ സംഖ്യകളെ നമുക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
2, 4 എന്ന രണ്ട് എണ്ണൽ സംഖ്യകളെ കാണുന്നുണ്ട്. ഇവ തമ്മിലാണ് നമുക്ക് കൂട്ടേണ്ടത്. ദശാംശ സംഖ്യയാണ്, പക്ഷെ അതിനൊരു എന്തുണ്ട്, എണ്ണൽ സംഖ്യകളിലും ഉണ്ട്. 2ഉം 4ഉം എന്താണ്, എണ്ണൽ സംഖ്യകളാണ്. ഈ 2നെയും 4നെയും കൂട്ടാൻ നമുക്കറിയാം. 2 + 4 എത്രയാണ്, 6 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 6 എന്ന് നമുക്ക് എഴുതാം. പക്ഷേ 2 ദശാംശ സംഖ്യകൾ കൂട്ടിയാൽ ഒരിക്കലും എന്ത് കിട്ടില്ല, ഒരു എണ്ണൽ സംഖ്യ കിട്ടില്ല. അതെന്തായാലും എന്തായിരിക്കും, ഒരു ദശാംശ സംഖ്യ ആയിരിക്കും. 2 ദശാംശ സംഖ്യകൾ കൂട്ടിയാൽ എന്ത് കിട്ടണം, ഒരു ദശാംശ സംഖ്യ തന്നെ കിട്ടണം. അല്ലെങ്കിൽ അതിന് നമുക്ക് ദശാംശ സംഖ്യാ രൂപത്തിൽ എഴുതാനായിട്ട് സാധിക്കണം. ഇതൊരു ദശാംശ സംഖ്യാ രൂപമല്ല. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 0 പോയിന്റ്, ഒരു പോയിന്റിനാണ്, കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള സ്റ്റെപ്പ് പറഞ്ഞുതരാം. നമ്മൾ എന്ത് ചെയ്യണം, 0.2 പ്ലസ് എന്ത് ചെയ്യണം, 0.4 ആണ് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, 0.4 എന്ന് താഴേക്ക് തന്നെ എഴുതും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 0.6 എന്ന് ഉത്തരം കിട്ടും. കണ്ടോ, 2 + 4 6. ഈ പോയിന്റിന് അതുപോലെ താഴേക്കിറങ്ങി 0 + 0 0. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, തുക കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? അതിന് പകരം സിമ്പിൾ ആയിട്ട് ഡിസ്ട്രൈക്ട് ആദ്യം പറഞ്ഞേ, എന്ത് മാത്രം ചെയ്തു, ആദ്യം 0 ഉണ്ട്, ആ 0 ആദ്യം എഴുതി, പോയിന്റിനെ എഴുതി. പിന്നെന്താണ്, 2 + 4 ആണ് നമുക്ക് ചെയ്യേണ്ടത്. 2 + 4 എത്രയാണ്, 6 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. ആ 6നെ നമ്മളിവിടെ എഴുതി, 0.6 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണോ? നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. 0.2 + 0.4 എന്ന് പറയുമ്പോൾ 2 + 4 6. പോയിന്റ് അതുപോലെ തന്നെ 0 എന്ന് വരും. ഇത് മറ്റൊരു രീതിയിലൂടെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാം, നമുക്ക് ഇതിനെ ഒരു ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. എങ്ങനെ എഴുതാം, 0.2നെ എങ്ങനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതാം, 2/10 എന്ന ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. അതുപോലെ തന്നെ ഇവിടെ എങ്ങനെ മാറ്റാം, 4/10 എന്ന ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. ഇവ തമ്മിൽ കൂട്ടാൻ നമുക്കറിയാം. എങ്ങനെയാണ്, ഇവയുടെ ഛേദങ്ങൾ തുല്യമായതിനാൽ ആ ഛേദം തന്നെ ഉത്തരത്തിനും ആ ഛേദം തന്നെയായിരിക്കും. അംശത്തെ എന്ത് ചെയ്യും, അംശത്തെ കൂട്ടും. 2 + 4 എത്രയാണ്, 6 എന്ന് ഉത്തരം കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയും ഈ ഒരു ദശാംശ സംഖ്യകളെ കൂട്ടാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടണം. വ്യൂവേഴ്സിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്, പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാനാണ് ടീച്ചർ പറയുന്നത്, ദശാംശ സംഖ്യകള്, പോയിന്റിന് ശേഷമുള്ള സംഖ്യകള് സംഖ്യകളുടെ എണ്ണം സെയിം ആണെങ്കിലും തുല്യമാണെങ്കിലും, അതായത് ഇവിടെ നോക്കി പോയിന്റിന് ശേഷം ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, ഇവിടെയും പോയിന്റിന് ശേഷം ഒറ്റ സംഖ്യയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉത്തരത്തിലും എന്തേ വരുള്ളൂ, പോയിന്റിന് ശേഷം ഒരു സംഖ്യ മാത്രമേ വരുള്ളൂ. ആ സംഖ്യയെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഇവ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്നത് എന്ത് തന്നെയാണോ അത് തന്നെയായിരിക്കും നമ്മുടെ ഉത്തരത്തിലെയും പോയിന്റിന് ശേഷം വരുന്ന സംഖ്യ. മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. 0.3 + 0.7 നമുക്ക് എന്താണ്, ഇവ തമ്മിൽ കൂട്ടണം. ഇവ തമ്മിൽ കൂട്ടാൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, 0.3 + 0.7 ഇവ തമ്മിൽ ഇങ്ങനെയല്ലേ കൂട്ടാൻ നമ്മൾ പഠിച്ചേ. ഓക്കെ, ഇങ്ങനെ തമ്മിൽ കൂട്ടുമ്പോൾ 7 + 3 10 എന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. 7 + 3 എത്ര, 10 ആണ് അല്ലേ. അപ്പൊ എങ്ങനെയാണ്, 10 നമ്മൾ എങ്ങനെ എഴുതും, 0നെ നമ്മൾ ഇവിടെ എഴുതും. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ 1 എഴുതാൻ പറ്റുമോ, 10 എന്ന് ഒറ്റയടിക്ക് എഴുതാനായിട്ട് സാധിക്കുമോ, ഇല്ല. കാരണം എന്താണ്, നമുക്ക് പോയിന്റിന്റെ തൊട്ടപ്പുറത്ത് ഒരു സംഖ്യ മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. അപ്പൊ നമ്മൾ വീണ്ടും ഇവിടെ 1 എഴുതി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പൊ നമ്മൾ എന്ത് പോകും, ആ 1നെ നമ്മളിവിടെ മുകളിൽ കൊണ്ടിടും. എന്നിട്ട് പോയിന്റിനെ താഴ്ത്തിക്ക് ഇറക്കി എഴുതുന്നു. ഇനി ഇവ തമ്മിൽ കൂട്ടുന്നു, 1 + 0 + 0. അപ്പൊ എന്ത് കിട്ടുന്നു, 1.0. ദാറ്റ് മീൻസ് 1 എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു. ഇത് നോക്കിയേ, 1 എന്ന് ഉത്തരം കിട്ടി. നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് 1 എന്ന് ഉത്തരം കിട്ടി. ഇതൊന്ന് നിങ്ങൾ നോക്കി അല്ലാതെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ടീച്ചർ പറഞ്ഞു പോയിന്റിന് അപ്പുറത്ത് പോയിന്റിന് അപ്പുറത്ത് എത്ര നമ്പർ ഉണ്ടോ ആ
അത്രയും നമ്പർ ആയിരിക്കും ഉത്തരത്തിലും വരിക എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞ സിമ്പിൾ മെത്തേഡ് വെച്ച് ചെയ്യാൻ നോക്കി. 3+7 നമ്മൾ ചെയ്യണം. 3+7 ചെയ്യുമ്പോൾ എത്ര കിട്ടുക? 10. അപ്പൊ നമ്മൾ ഒറ്റയടിക്ക് ആദ്യം എന്ത് എഴുതി? 10 എന്ന് എഴുതി. ഇത് നമുക്ക് പോയിന്റ് ഉള്ള കാര്യമാണ്. പോയിന്റ് എന്താണ്? പോയിന്റിന് ശേഷം ഒരു സംഖ്യ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. നോക്കി, ഈ സൈഡിൽ നോക്കുമ്പോൾ പോയിന്റിന് ശേഷം ഒരു സംഖ്യ ഇട്ട് കഴിഞ്ഞാൽ 1.0 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1 എന്ന് എഴുതാം. മനസ്സിലായി? ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്താൽ മതി? വളരെ സിമ്പിൾ ആയിട്ട് ചെയ്താൽ മതി. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വേണ്ടി ടീച്ചർ പറയാൻ, നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. 0.8 പ്ലസ് 0.7 0.8 പ്ലസ് 0.7 ആണെന്ന് വിചാരിക്കാം. എങ്ങനെ ചെയ്യാം? നമുക്ക് സിമ്പിൾ ആയിട്ട് മെത്തേഡ് മാത്രമേ ഉപയോഗിക്കാം അല്ലെ. എന്ത് ചെയ്താൽ മതി? ആദ്യം 8+7 ചെയ്യണം. കാരണം ഇത് രണ്ടും നോക്കുമ്പോൾ തുല്യമാണ്. ഇത് പോയിന്റിന് ശേഷം എണ്ണം തുല്യമായതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ എഴുതുന്നു. 8+7 8 15 എന്ന് നമുക്ക് കിട്ടും. 15 എഴുതുന്നു. പിന്നെ നമ്മൾ നോക്കിയത് എന്താണ്? പോയിന്റിന് ശേഷം എത്ര സംഖ്യ ഉണ്ട്? ഒറ്റ സംഖ്യ ഉള്ളൂ അല്ലെ. ഇവിടെ ഒരു സംഖ്യയുള്ളൂ, ഇവിടെയും ഒരു സംഖ്യയുള്ളൂ. നമുക്കിവിടെ പോയിന്റിന് ശേഷം ഒരു സംഖ്യ വരുന്ന രീതിയിൽ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. 1.5 എന്ന് നമുക്ക് ഉത്തരം ലഭിക്കുന്നു. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് രണ്ട് ദശാംശ സംഖ്യകളെ കൂട്ടുക എന്നത് മനസ്സിലായി. ഇനി രണ്ട് ദശാംശ സംഖ്യകളെ കൂട്ടാനായിട്ട് നമ്മൾ പഠിച്ചു. നമ്മളിപ്പോ പഠിച്ച ദശാംശങ്ങൾ കൂട്ടുന്നത് എങ്ങനെയാണ്? പോയിന്റിന് ശേഷം ഒരേ നമ്പറുകളാണ് വരുന്നത്. ഇപ്പൊ നോക്കി, 0.08 പ്ലസ് 0.2 എന്ന സംഖ്യയാണ് നമുക്ക് കൂട്ടാനായിട്ടുള്ളതെന്ന് വിചാരിക്കാം. ഇതിലേത് സംഖ്യ വലുത്? അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നിങ്ങൾക്ക്? ഇതിലേത് സംഖ്യയാണ് വലുതെന്ന് അതാദ്യം നമുക്ക് നോക്കാം അല്ലെ. 0.08 ആണോ 0.2 ആണോ വലുതെന്ന് നോക്കാം. 0.08 ഇതിനെങ്ങനെ നമുക്ക് ദശാംശ സംഖ്യ രൂപത്തിൽ എഴുതാം, അല്ലെങ്കിൽ ഭിന്നസംഖ്യ രൂപത്തിൽ എഴുതാം. 8/100 എന്ന് എഴുതാം. 0.2 2/10, അതായത് 20/100 എന്ന് എഴുതാം. ഓക്കെ, 0.08 തുല്യമാണ് 8/100. 0.2 തുല്യമാണ് 20/100. അങ്ങനെയാണെങ്കിൽ ഇതിലേതാ വലുത് നമുക്ക് പറയാലോ. ഏതാ വലുത്? 20/100 ആണ് വലുതല്ലേ. അതായത് 20/100 ആണ് 8/100നേക്കാളും വലുത്. അതായത് 0.2 ആണ് 0.08നേക്കാളും വലുത് എന്ന് നമുക്ക് പറയാലോ. വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കൂട്ടാനായിട്ട് പോവാണ്. ഈ കാര്യം ഒന്ന് ഓർത്തിരിക്കണേ. ഏതാണ് വലുത് എന്ന് നമ്മൾ മറക്കരുത്. 0.2 ആണ് 0.08നേക്കാളും വലിയ സംഖ്യ. ഇതെങ്ങനെയാണ് കൂട്ടാൻ? നമ്മൾ ആദ്യം 0.08 എഴുതി. ഓക്കെ, പ്ലസ് 0. ഓക്കെ, ഈ 2 നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം എന്നാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. എവിടെ പ്ലേസ് ചെയ്യണം? ഇവിടെ പ്ലേസ് ചെയ്യണോ അതോ ഇവിടെ പ്ലേസ് ചെയ്യണം? ഏത് ഭാഗത്ത്? 0ന്റെ താഴെ വേണോ 8ന്റെ താഴെ വേണോ നമ്മൾ 2നെ പ്ലേസ് ചെയ്യാനായിട്ട്? എവിടെയായിരിക്കും പ്ലേസ് ചെയ്യേണ്ടി വരിക? പോയിന്റ് തൊട്ട് അപ്പുറത്താണ് 2 കിടക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വേണം? പോയിന്റ് കഴിഞ്ഞ വഴിക്ക് 2നെ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ 8ന്റെ താഴെ ഒരു സംഖ്യ ഇല്ല എന്ന് വെച്ചാൽ എന്താണ്? 0. ടീച്ചർ ദശാംശ സംഖ്യ എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.2000 എത്ര 0 എഴുതിയാലും പ്രശ്നമില്ല, അത് മീൻ ചെയ്യുന്നത് 0.2 തന്നെയാണെന്ന്. അപ്പൊ എന്താണ്? ഈ 2ന് ശേഷം എത്ര 0 വേണമെങ്കിൽ നമുക്ക് ഇട്ടുപോവാം. പക്ഷെ മുന്നിലേക്ക് ഇടുമ്പോൾ വ്യത്യാസമുണ്ട്. കാരണം ഇവിടെ 0.08നെ വീണ്ടും മുന്നിലൊരു 0 ഇടാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, അത് വാല്യൂ ആവും. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൂട്ടാൻ അറിയാലോ. 8+0 8, 0+2 2, 0.28 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ നിന്നും നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് ആദ്യത്തെ സംഖ്യ ഇവിടെ എന്താണ്? ഈ സംഖ്യയുടെ നേരെ ഒന്നുമില്ല അല്ലെ. ഈ ഒരു ഭാഗത്തിന് നമുക്ക് ഇവിടെ എടുത്ത് എഴുതിയാൽ മതി അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അതായത് 0.2 എന്ന് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ അത് കൂട്ടുമ്പോൾ എന്താ വരിക? 0.28 എന്ന് വരും. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഏതൊരു ദശാംശ സംഖ്യകളെയും കൂട്ടാനായിട്ട് നമ്മൾ മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ 4 പ്ലസ് 0.4 പ്ലസ് 0.04 എന്നൊരു സംഖ്യ ടീച്ചർ എഴുതിയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കൂട്ടിയിട്ട് എഴുതാം?
എങ്ങനെ എഴുതാം? അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യൻസിന് വരിക, എക്സാംസിന് വരുന്നത്. USS എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെയാണ്. ഇങ്ങനത്തെ എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് നമ്മളിപ്പോ പഠിച്ച പോലെ എഴുതാം അല്ലെ. 4 പോയിന്റ്, എത്ര പോയിന്റ് വേണം? പോയിന്റ് എത്ര പ്ലേസ് വേണം? 2 പ്ലേസ് വേണം. 4.00 പ്ലസ് 0.40, 0.04. ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് എന്ത് ആൻസർ കിട്ടും? 4.44. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അല്ലേ? ഇങ്ങനത്തെ ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ഇനി ചെയ്യാമല്ലോ. ഓക്കെ, അതിന്റെ പ്ലേസ് വാല്യൂസ് ഏതാണ് എന്ന് നോക്കിയിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് അഡീഷൻ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് സബ്ട്രാക്ഷൻ. അഡീഷൻ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയ കാരണം സബ്ട്രാക്ഷന് ഒരു ബുദ്ധിമുട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ടില്ല. 2 ദശാംശ സംഖ്യകൾ എങ്ങനെ കുറയ്ക്കാം? 0.8 മൈനസ് 0.2 എന്ന 2 ദശാംശ സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ ഇവ തമ്മിൽ കുറയ്ക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും? ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്? വലുതും ചെറുതും ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വലുത് ഏതാണ്, ചെറുത് ഏതാണ്. ഇതിൽ വലുത് ഏതാണ്? ഇത് 8/10, ഇത് 2/10. അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലെ? ഈ നമ്പറിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. 8/10, അതായത് 0.8 ആണ് വലുത്, 0.2 ചെറുതാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ധൈര്യമായിട്ട് എഴുതാം. 0.8 മുകളിൽ എഴുതാം. 0.8 മൈനസ് 0.2 എന്ന് എഴുതാം. എത്ര കിട്ടും? 8 മൈനസ് 2 6. 0.6 എന്ന് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്നുപോലെ അഡീഷൻ നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മളിത് ചെയ്യുന്നു. പക്ഷെ ഇതിലൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? വലുതേതാണ് ചെറുതേതാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, സബ്ട്രാക്ഷനിലെ ഒരു ക്വസ്റ്റ്യൻ കൂടി ടീച്ചർ ഒന്ന് ഡിസ്കസ് ചെയ്യാം. അതായത് ഇപ്പൊ നമ്മള് പോയതിനു ശേഷം ഒരേ പ്ലേസ് വാല്യൂസ് ഉള്ളതാണ് പറഞ്ഞത്. ഡിഫറെന്റ് ആണെങ്കിൽ 0.04 മൈനസ് 0.4 അല്ലെങ്കിൽ 0.004 മൈനസ് 0.004. ഇതിന്റെ പ്രത്യേകത എന്താ? പ്ലേസ് വാല്യൂസ് ഇവിടെ 3 ഉണ്ട്, ഇവിടെ 2 ആണ്. ഡിഫറെന്റ് പ്ലേസ് വാല്യൂസ് ആണ്. പ്ലേസ് വാല്യൂസ് നമ്പർ ഡിഫറെന്റ് ആണല്ലോ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്തായിരുന്നു? ചെറുതേതാണ് വലുതേതാണ് വെയിറ്റേജ് എന്ന് നമുക്ക് നോക്കണം. ഇതിൽ ഏതാണ് വലുത്? 0.04 ആണ് വലുത്. നമ്മൾ ദശാംശസംഖ്യ രൂപത്തിൽ പഠിച്ചതാണ്. എന്താണ്? ഇവിടത്തെ പോയിന്റിന് ശേഷമുള്ള പ്ലേസ് വാല്യൂസിന്റെ എണ്ണം കൂടുതലനുസരിച്ച് അത് ചെറുതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, പ്ലേസ് വാല്യൂസ് ആണ് കുറയുന്നതനുസരിച്ച് അതിന്റെ അത് ഏറ്റവും വലിയ സംഖ്യയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്താണ്? 0.04 നിന്നാണ് 0.004 കുറയ്ക്കേണ്ടത്. മനസ്സിലായി? ഇത് വലുതാണ് എന്നതുകൊണ്ടാണ്. ഇതാണ് വലുതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റിയെടുക്കണമായിരുന്നു. ഓക്കെ, ഇത് വലുതായതുകൊണ്ട് നമുക്ക് ഇതിനെ നിന്നാണ് കുറയ്ക്കേണ്ടത്. 0.04 പിന്നെ എന്താണ്? ഒരു 0 കൂടി ഞാൻ എക്സ്ട്രാ എഴുതാണ്. കാരണം എന്തായിരിക്കും? ഇവിടെ 3 പ്ലേസ് വാല്യൂസ് ഉണ്ട്. ഇവിടെ 3 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സെയിം നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഇവിടെ 0 നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തു. അതിന് പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ഇല്ല എന്നുള്ളതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. ഇനി 0.004 എന്നും എഴുതി. ഇനി കുറയ്ക്കാലോ? ഒന്ന് കുറച്ച് നോക്കിയാലോ? 6, 3, 0.036 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെ കിട്ടി. 0.36 എന്ന് ആൻസർ കിട്ടി. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ. ഇനി ടീച്ചർ ഒരു കുഞ്ഞു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാവേ. പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു കുഞ്ഞു ട്രിക്ക്. ഓക്കെ, ഇതിന് 3 പ്ലേസ് വാല്യൂസും ഇതിൽ 2 പ്ലേസ് വാല്യൂസ് ആണ് ഉള്ളത്. പോയിന്റിന് ശേഷം 2 പ്ലേസ് വാല്യൂസും ഇവിടെ 3 പ്ലേസ് വാല്യൂസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈ ചോദ്യത്തെ 3 പ്ലേസ് വാല്യൂ ഉള്ളതായിട്ട് മാറ്റി എഴുതാം. ആദ്യം 0.040 മൈനസ് 0.004 എന്ന് പെട്ടെന്ന് മാറ്റി എഴുതാലോ. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? നമുക്ക് പെട്ടെന്ന് മാറ്റി എഴുതാൻ പറ്റും. മാറ്റി എഴുതാലോ? ഇത് നമുക്ക് നോക്കാട്ടോ. ഇവിടെ 0, ഇവിടെ 0. അപ്പൊ ഞാൻ ആദ്യം 0 എഴുതിട്ടോ. പിന്നെ ഇവിടെ പോയിന്റ് ഇട്ടു. പിന്നെ ഇവിടെ രണ്ടോട്ട് വീണ്ടും 0 ആയി. രണ്ടിലും സെയിം ആണ്. അപ്പൊ ഞാൻ വീണ്ടും അവിടെ 0 ഇട്ടു. പിന്നെ നോക്കി ഇവിടെ 4ഉം ഇവിടെ 0യും
പിന്നെ 0 4 വാല്യൂസ് വരുന്നുണ്ട്. സീറോയുടെ കളിയല്ല നടക്കുന്നത്, അവിടെ എന്താണ് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് എനിക്ക് ഒരുമിച്ച് വായിച്ചൂടെ? 40 0 4 40 എന്ന് വായിച്ചൂടെ? ഇതിനെ 40 എന്നും ഇവിടെ 0 4 എന്നും വായിക്കാം. അതിൽ 4 എന്ന് വായിക്കാം. 40 എന്നും 4 എന്നും വായിക്കാം. 40 നിന്ന് 4 കുറച്ചാൽ, അതായത് 40 - 4 എത്ര കിട്ടും? 36 കിട്ടും അല്ലേ? ആ 36 നിങ്ങൾ എഴുതി നോക്കിയേ. നമ്മുടെ ആൻസർ കറക്റ്റ് ആയോ? ഒരു പോലെ വന്നില്ലേ? അത്ര നമുക്ക് ചെയ്യണം. എന്ത് ചെയ്താൽ മതി? പ്ലേസ് വാല്യൂസ് തുല്യമാക്കുക. പ്ലേസ് വാല്യൂസിന്റെ എണ്ണം, പോയിന്റിന് ശേഷമുള്ള പ്ലേസ് വാല്യൂസിന്റെ എണ്ണം തുല്യമാക്കിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു എണ്ണൽ സംഖ്യ ലഭിക്കുകയാണെങ്കിൽ അവ തമ്മിൽ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ ആൻസർ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായെന്ന് കരുതുന്നു. എങ്ങനെയാണ് രണ്ട് ദശാംശ സംഖ്യകളെ കൂട്ടുക എന്നും കുറയ്ക്കുക എന്നും നമ്മളിപ്പോ പഠിച്ചു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് രണ്ട് ദശാംശ സംഖ്യകളെ ഗുണനം, രണ്ട് ദശാംശ സംഖ്യകളുടെ ഗുണനം എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെ നമുക്ക് ദശാംശ സംഖ്യകളെ ഗുണിക്കാം? രണ്ട് സംഖ്യകൾ ഞാൻ എടുക്കാം കേട്ടോ. 0.2 into 0.4. നമുക്ക് ആദ്യം നമ്മൾ നോക്കിയത്, നമ്മുടെ അഡീഷനിലും സബ്ട്രാക്ഷനിലും ഏറ്റവും ആദ്യം നോക്കിയ കാര്യം എന്തായിരുന്നു? നമ്മുടെ പോയിന്റിന് ശേഷം എത്ര പ്ലേസ് വാല്യൂസ് ഉണ്ട്, നമ്മുടെ ഡെസിമലിന് ശേഷം എത്ര പ്ലേസ് വാല്യൂസ് ഉണ്ട് എന്നാണ് നോക്കിയത്. പക്ഷെ ഇവിടുത്തെ കാര്യത്തിൽ നമ്മൾ ആദ്യം അതല്ല നോക്കുന്നത്. നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യാണ്? നമുക്ക് കയ്യിൽ നമുക്ക് കണ്ടു കിട്ടിയ രണ്ട് നമ്പേഴ്സിനെ ആദ്യം നമ്മൾ ഗുണിക്കും. ഇവിടെ എന്താണ്? 2 8 എന്ന രണ്ട് നമ്പേഴ്സ് ആണ്. അല്ല സോറി, 2 4 എന്ന രണ്ട് നമ്പേഴ്സ് ആണ്. ഇവർ നമ്മൾ ഒറ്റയടിക്ക് എന്ത് ചെയ്യും? ഗുണിക്കും. ഇവര് ഗുണിക്കുമ്പോൾ എന്ത് കിട്ടും? 8 എന്ന സംഖ്യ കിട്ടും. പക്ഷെ ഇതല്ല അതിന്റെ ഉത്തരം കേട്ടോ. 8 എന്ന സംഖ്യ നമുക്ക് കിട്ടും. ഇവർ നമ്മൾ ഗുണിക്കുമ്പോൾ എന്താണ്? 8 എന്ന സംഖ്യ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് അറിയും? ഈ ഡെസിമലിന് ശേഷം ഇവിടെ ഒരു സംഖ്യയാണ് ഉള്ളത്. 2 എന്ന ഒരു സംഖ്യ ഉണ്ട്. ഇവിടെ ഒരു സംഖ്യയുണ്ട്, ഇവിടെയും ഒരു സംഖ്യയുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ വരുമ്പോൾ എന്ത് വേണമെന്നറിയോ? ഡെസിമലിന് ശേഷം 2 സംഖ്യകൾ ഉണ്ടായിരിക്കണം. ഡെസിമലിന് ശേഷം എത്ര സംഖ്യ ഉണ്ടായിരിക്കണം? 2 സംഖ്യകൾ ഉണ്ടായിരിക്കണം. പക്ഷെ നമ്മുടെ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ പറഞ്ഞു, ഇവിടെ എത്ര ആണോ ഉള്ളത്, എത്ര പ്ലേസ് വാല്യൂസ് ആണോ ഉള്ളത്, അതേ എണ്ണം തന്നെയാണ് നമുക്ക് എന്തിനു വരാൻ പാടുള്ളൂ? നമ്മുടെ ആൻസറിൽ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഗുണനം ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെയല്ല. നമ്മൾ ഗുണിക്കുമ്പോൾ എങ്ങനെയാണ്? ഇവിടെ 2 സ്ഥലത്തും ഉള്ളതിന്റെ തുക നമുക്ക് ഇവിടെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരെണ്ണുണ്ട്, ഇവിടെ ഒരെണ്ണുണ്ട്. 1 + 1 2 എന്തുണ്ട്? 2 പ്ലേസ് വാല്യൂസ് ഉണ്ട്. പോയിന്റ് 2 പ്ലേസ് വാല്യൂസ് ഉണ്ട്. ആ 2 പ്ലേസ് വാല്യൂസ് നമുക്ക് ഇവിടെ വരണം. ഓക്കെ, അപ്പൊ നമുക്ക് 8 ഉത്തരമായിട്ട് വരണമെങ്കിൽ ഇവിടെ ആൻസർ എന്ത് വരും? 0.80 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ ആണോ? 0.80 എന്ന് നമുക്ക് കിട്ടും. ഇത് നമുക്ക് 0.8 എഴുതാം. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ ആദ്യം നോക്കേണ്ടത് ഇങ്ങനെയാണ്. അതിനുശേഷം മാത്രമേ മാറ്റി എഴുതാനായിട്ട് സാധിക്കുള്ളൂ. കാരണം നമുക്ക് വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴാണ് ആ ഒരു കൺഫ്യൂഷൻസ് വരിക. ഇത് ചെറുതായിട്ടാണ് നമുക്ക് ഒറ്റയടിക്ക് 0.8 അങ്ങനെ കിട്ടും. വലിയ നമ്പർ ഒക്കെ വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ? നമ്മുടെ രണ്ട് സംഖ്യകളെ ഗുണിക്കുന്നു, അതിന് എത്ര പോയിന്റ് ഇട്ട് കൊടുക്കണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇത് നമുക്ക് നമ്മുടെ ഭിന്നസംഖ്യ രൂപത്തിലൊന്ന് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 0.2ന്റെ ഭിന്നസംഖ്യ എന്താണ്? 2/10 ഇൻറ്റു ഇവിടെ എന്താണ്? 0.4ന്റെ ഭിന്നസംഖ്യ രൂപം എന്താണ്? 4/10. ഇവ തമ്മിൽ എങ്ങനെ ഗുണിക്കുക? നമ്മൾ എന്ത് ചെയ്യും? 2 × 4 ഡിവൈഡഡ് ബൈ 10 × 10 എന്ന് നമ്മൾ ഗുണിക്കും അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവ തമ്മിൽ ഗുണിക്കുമ്പോൾ 8/100 എന്ന് നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ ഏതൊരു ഭിന്നസംഖ്യയും നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 8/100 എന്ന് ലഭിച്ചു. അതായത് 0.08 എന്ന് നമുക്ക് ലഭിച്ചു. അതായത് ഇവിടെ എത്രയാണ്? ഇവിടെ ഒരു പ്ലേസ് വാല്യൂ, ഇവിടെ ഒരു പ്ലേസ് വാല്യൂ. 1 + 1 2 പ്ലേസ് വാല്യൂ വരണം. അതുകൊണ്ടാണ് 2 പ്ലേസ് വാല്യൂ മാറ്റിയിട്ട് നമ്മൾ പോയിന്റ് ഇട്ടത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഗുണിക്കുന്നത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 0.6 into 0.06 ആണെന്ന് എഴുതുക. ഓക്കെ, നമ്മൾ നേരത്തെ ഡെസിമലിന് ശേഷം ഓരോ പ്ലേസ് വാല്യൂസ് ഉള്ളതാണ് നോക്കിയത്. ഇവിടെ ഒരെണ്ണത്തിന്റെ ഒരു പ്ലേസ് വാല്യൂ, ഒരെണ്ണത്തിന് 2 പ്ലേസ് വാല്യൂസ് ഉള്ളതാണ് നോക്കുന്നത്.
ഇത് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും? ആദ്യം ഞാൻ പറഞ്ഞൂലേ, നമുക്കുള്ള സംഖ്യ ഏതാണെന്ന് ആദ്യം നോക്കുന്നു. 6ഉം 6ഉം അവ തമ്മിൽ ഗുണിക്കുന്നു. അവർ തമ്മിൽ ഗുണിക്കുമ്പോൾ എത്രയാണ്? 36 എന്ന് കിട്ടും. പക്ഷെ നമുക്ക് എത്ര പോയിന്റിന് ശേഷം എത്ര സംഖ്യ വേണം നോക്കി, എത്ര പ്ലേസ് വാല്യൂസ് വേണം? 1, 2, 3 3 പ്ലേസ് വാല്യൂസ് വേണം. അപ്പൊ നമ്മളിവിടെ ഏറ്റവും ലാസ്റ്റ് എണ്ണി തുടങ്ങാം കേട്ടോ. 1, 2, 3 ഒരു നമ്പർ അവിടെ ഇല്ല. അപ്പൊ അതിന്റെ പകരം നമ്മൾ എന്തിട്ട് കൊടുത്തു? 0 ഇട്ട് കൊടുത്തു. 0. ക്ലിയർ ആയോ? എന്ത് ചെയ്തു? 0.6 into 0.06 എന്ന് വന്നു. അപ്പൊ എന്ത് ചെയ്യാം? നമ്മള് 6 into 6 36 എന്ന് എഴുതി. എന്നിട്ട് എന്താണെന്ന് നോക്കുന്നത്? എത്ര ഡെസിമലിന് ശേഷം എത്ര വാല്യൂ വേണം നോക്കി. അപ്പൊ എത്രയാണ്? 1, 2, 3 വാല്യൂസ് വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 0.036 എന്ന് നമ്മൾ എഴുതി. ക്ലിയർ ആണല്ലോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഗുണിക്കുന്നതെന്ന് മനസ്സിലായി. നമുക്ക് എക്സാമിനൊക്കെ വരുന്ന ടൈപ്പ് ഒരു ചോദ്യം വെച്ചിട്ട് കാണിച്ചു തരാം. 2 into 0.2 into 0.02 into 0.002. ഈ ഒരു സംഖ്യയാണ്. ഇങ്ങനത്തെ സംഖ്യകളാണ് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ എക്സാംസിനൊക്കെ വരുന്നത്. ഇതിന്റെ ഗുണനഫലം എത്രയാണെന്നാണ് നമുക്ക് ചോദ്യം വരിക. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി? നമ്മൾ പറഞ്ഞ ഈ സംഖ്യകളെ മാത്രം നമ്മൾ ഗുണിച്ചാൽ മതി. വേറെ വലിയ സംഖ്യകളൊന്നും നമ്മൾ ഗുണിക്കേണ്ട. ഈ സംഖ്യകളെ മാത്രം ഗുണിച്ചാൽ മതി. അതായത് 2 into 2 into 2 into 2. ഇപ്പൊ എത്രയാണ്? 2 into 2 4, 4 into 2 8, 8 into 2 16 എന്ന് നമുക്ക് കിട്ടും. പക്ഷെ 16 അല്ല നമ്മുടെ ഉത്തരം. നമ്മൾ എന്ത് നോക്കണം? ഡെസിമലിന് ശേഷം എത്ര വാല്യൂസ് ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ ഡെസിമലിന് ശേഷം എത്ര വാല്യൂസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ സംഖ്യ നോക്കിയപ്പോ 2. അവിടെ ഡെസിമലിന് ശേഷം സംഖ്യകളൊന്നും ഇല്ല. ഇവിടെ നോക്കുമ്പോ എന്താണ്? ഒരെണ്ണം 1. നമുക്കൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം അല്ലെ? 1. ഇവിടെ 2 വാല്യൂ ഉണ്ട്. ഇവിടെ 2 എണ്ണം ഉണ്ട്. ഇവിടെ 3 എണ്ണം ഉണ്ട്. അതായത് 1, 2, 3 6 ഡെസിമലിന് ശേഷം 6 പ്ലേസ് വാല്യൂസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? നമ്മുടെ ആൻസറിലും പ്ലേസ് വാല്യൂവിന് ശേഷം 6 വാല്യൂസ് വേണം. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ലാസ്റ്റിൽ നിന്ന് എണ്ണി തുടങ്ങാം. 16 എന്ന് നമ്മൾ എഴുതി. ഇവിടെ എന്താണ്? ഇത് 1, 2. ഇനി നമുക്ക് എണ്ണാനായിട്ട് നമ്പേഴ്സ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? 0 ഇട്ട് കൊടുക്കണം. എത്ര 0 ഇട്ട് കൊടുക്കണം? 4 zeros നമ്മൾ ഇട്ട് കൊടുക്കണം. കാരണം എന്താണ്? 6 പ്ലേസ് ഡെസിമലിന് ശേഷം 6 പ്ലേസ് വാല്യൂസ് വരണം എന്നതുകൊണ്ട് നമ്മൾ എത്ര 0 ഇട്ട് കൊടുക്കണം? 4 0 നമ്മൾ ഇട്ട് കൊടുക്കണം. 0.0000016 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ക്ലിയർ ആണല്ലോ? എങ്ങനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിക്കണേന്ന്. അപ്പൊ ഒരു ചോദ്യം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ചെറിയൊരു നമ്പർ നമുക്ക് നോക്കാം അല്ലെ? 0.003 into 0.3. ഇതെങ്ങനെയാവും? ഒന്ന് നോക്കിയൊക്കെ. 3 into 3 9 എന്ന് നമുക്ക് വരും. അതിനുശേഷം നമ്മൾ നോക്കുന്നത് എത്രയാണ്? ഡെസിമലിന് ശേഷം എത്ര പ്ലേസ് വാല്യൂസ് ഉണ്ടെന്ന് നോക്കണം. 1, 2, 3, 4 എന്ന് നമുക്ക് കിട്ടും. അപ്പൊ എത്രയാണ്? ഇവിടെ 1, 2, 3, 4 അത്രയും സീറോസ് നമ്മൾ ഇട്ടു. ബാക്കി നമ്മുടെ പോയിന്റ് കിട്ടും. 0.0009 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ. നമുക്ക് ഏതൊരു ദശാംശങ്ങളെയും ഗുണിക്കാമെന്ന് നമ്മളിപ്പോ പഠിച്ചു. ഇനി നമുക്ക് ഹരണം എങ്ങനെയാണ് ഹരിക്കുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്യാം? നമുക്ക് നമ്മൾ പഠിച്ചു അല്ലേ? തുക എങ്ങനെയാണ് അതിന്റെ സംഖ്യകൾ ദശാംശങ്ങൾ കൂട്ടുക എന്ന് പഠിച്ചപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ കുറയ്ക്കാനും പഠിച്ചത്. അപ്പൊ ഗുണനം പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവയെ തമ്മിൽ ഹരിക്കാനും സാധിക്കും. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇപ്പൊ 0.8 ഡിവൈഡഡ് ബൈ 0.2 ആണെന്ന് വിചാരിക്കാം. 0.8 ഡിവൈഡഡ് ബൈ 0.2 ആണെന്ന് വിചാരിക്കാം. എന്ത് ചെയ്യാം? നമ്മൾ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് ആദ്യം പോവാം. ഭിന്നസംഖ്യ രൂപത്തിൽ എങ്ങനെയാണ് മനസ്സിലാക്കിയ ശേഷം ഇങ്ങോട്ട് വരാം. നിങ്ങൾക്ക് പെട്ടെന്ന് കത്തും. ഓക്കെ. അപ്പൊ 0.8 പകരമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഭിന്നസംഖ്യ രൂപത്തില് 8/10 എന്ന് എഴുതാം. 8/10 ഡിവൈഡഡ് ബൈ 2/10 ആണ് ഇത്. അതിന് സംശയമില്ലല്ലോ. 0.8 പകരം 8/10 എന്ന് എഴുതി. 0.2 പകരം 2/10 എന്ന് എഴുതി. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ എങ്ങനെ ഹരിക്കാം? ഹരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? 8/10 ഇൻറ്റു ചെയ്യാണ് ചെയ്യാ അല്ലെ? ഇതിനെ തരംതിരിച്ചിട്ട് 10/2 എന്ന് നമ്മൾ എഴുതും. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവ തമ്മിൽ കട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാറുള്ളത് അതുപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ. ഇങ്ങനെ വരും.
4 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 8/2 4 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, 4 എന്ന് കിട്ടി അല്ലേ? എന്താണ് 0.8 ഡിവൈഡ് ബൈ 0.4 4 എന്ന് നമുക്ക് കിട്ടി. നമ്മൾ എന്താ ചെയ്തത്? എളുപ്പത്തിൽ ചെയ്ത് എങ്ങനെയാണ്? 8/10 2/10 എന്ന രീതിയിലുള്ള ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റി എഴുതുന്നു. അപ്പൊ എന്താണ് ഭിന്നസംഖ്യ ഗുണിക്കുന്ന പോലെ ബുദ്ധിമുട്ടില്ല ഇവിടെ ഗുണിക്കാൻ. കാരണം എന്താ? നമ്മുടെ ഇവിടത്തെ ഛേദവും ഇവിടത്തെ അംശവും തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് കളയാനായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പറ്റും. അപ്പൊ നമുക്ക് ഉത്തരം പെട്ടെന്ന് തന്നെ കിട്ടും. ക്ലിയർ ആണല്ലോ? 4 എന്ന് ഉത്തരം കിട്ടി. അതായത് 0.2നെ 4 കൊണ്ട് ഗുണിച്ചാൽ 0.8 നമുക്ക് ആൻസർ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ടീച്ചർ പറയാണ്. 0.4നെ 0.04 കൊണ്ട് ഹരിക്കണമെങ്കിൽ എങ്ങനെ ചെയ്യാം? 0.4നെ 0.04 കൊണ്ട് ഹരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ടീച്ചർ വളരെ ഒരു മെത്തേഡ് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചാണ്, മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെ. പക്ഷെ ആ മെത്തേഡിനേക്കാളും നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡിലേക്ക് ടീച്ചർ മാറി പോവാണ്. മാറി പറഞ്ഞാൽ തരാണ് നിങ്ങൾക്ക്. എങ്ങനെയാണ്? ഇതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുന്നു. ഇതിനെയും ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുന്നു. ഇതിന് ഭിന്നസംഖ്യ രൂപത്തിൽ മാറ്റും എങ്ങനെ? 4/10. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ എന്ത് ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുമ്പോൾ 4/100 എന്ന് നമുക്ക് എഴുതാം. ഇതിന് നമ്മൾ നോക്കി, ഇവിടെ 10 ഇവിടെ 100. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഡിനോമിനേറ്റേഴ്സ് ആദ്യം ഈക്വൽ ആക്കി കൊടുക്കുക. ഭിന്നസംഖ്യക്ക് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മളിവിടെ എന്താണ് പണി എളുപ്പാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ. കാരണം ഇവിടുത്തെ ഭിന്നസംഖ്യകൾ പ്രത്യേകത എന്താ? 10, 100, 1000 ഛേദങ്ങളെല്ലാം 10, 100, 1000 ആണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ മാറ്റാം അല്ലെ? അപ്പൊ ഇതിന് എങ്ങനെ വരും? 40/100 ഡിവൈഡഡ് ബൈ 4/100 എന്ന് വരും. ഓക്കെ, ഇതങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 40/100 ഇൻറ്റു 100/4. ഈ 100ഉം കട്ട് ചെയ്ത് കളയാം. 4ഉം 4ഉം കട്ട് ചെയ്തു 1 10 എന്ന ഉത്തരം കിട്ടും. ഓക്കെ, എന്ത് ചെയ്തു? 0.04 ഇൻറ്റു 10 ചെയ്താൽ നമുക്ക് 0.4 കിട്ടില്ലേ? കിട്ടും. അപ്പൊ എന്താ ചെയ്തേ? നമുക്ക് എളുപ്പത്തിന് വേണ്ടി ചെയ്യാൻ ഒരു മെത്തേഡ് പറയാണ്. നമ്മുടെ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റുന്നു. പക്ഷേ ഭിന്നസംഖ്യ രൂപത്തിൽ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ചെയ്തു കൊടുക്കണം. ഛേദങ്ങൾ തുല്യമാക്കി കൊടുക്കണം. ഛേദങ്ങൾ തുല്യമാക്കുന്നത് എന്തിനാണ്? നമുക്ക് അവരെ ഹരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മാറ്റം വരുത്തുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടി ടീച്ചർ നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് തരാണ്. 0.6 ഡിവൈഡഡ് ബൈ 0.6. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞല്ലോ. പെട്ടെന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞു. കാരണം എന്താ? ഒട്ടും മുന്നത്തെ പോലെ തന്നെ 0.6 കൊണ്ട് 10 കൂട്ടിയാൽ 6 കിട്ടും. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ടീച്ചർ ഒന്നും കൂടി പറയാണ്. ഇതിനെ നമ്മൾ 6 എന്ന് എഴുതി. ഇതിന്റെ ഭിന്നസംഖ്യ രൂപം എത്രയാണ്? 6/10 ആണല്ലോ. അപ്പോ ഇതിനെങ്ങനെ മാറ്റി എഴുതാം? ഈക്വൽ ടു ഇതിന്റെ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റി എഴുതാം. 10 ഛേദമായിട്ട് വരുന്ന രീതി 60/10 ഡിവൈഡഡ് ബൈ 6/10. അതിന് വീണ്ടും എങ്ങനെ എഴുതാം? 60/10 ഇൻറ്റു 10/6 എന്ന് എഴുതാം. ഇത് തമ്മിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ 10 എന്ന് ഉത്തരം കിട്ടും. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് പറഞ്ഞത് എങ്ങനെയാ നോക്കി? ഈ ഒരു സംഖ്യയുടെ കൂടെ 10നെ ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടില്ല നമുക്ക്. നോക്കി, 0.6 എന്ന് പറയുന്നത് എന്താ? 6/10 ആണ്. ഇതിന്റെ കൂടെ 10 ഗുണിച്ച് 6 വന്നില്ലേ? പെട്ടെന്ന് ചിന്തിച്ച്. ഈ ഒരു സംഖ്യയുടെ കൂടെ 10നെ ഗുണിച്ച 6 നമുക്ക് ലഭിച്ചല്ലേ? അതാണ് നമ്മൾ പറയുന്നത്. ഏതൊരു സംഖ്യയുടെ കൂടെയും ഭിന്നസംഖ്യ രൂപത്തിലേക്ക് മാറ്റി അവയുടെ ഛേദങ്ങൾ തുല്യമാക്കിയതിനു ശേഷം നമ്മൾ ഹരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ നോക്കിയത് എന്തായിരുന്നു? ദശാംശ സംഖ്യകളാണ്. ദശാംശ സംഖ്യകളിൽ തന്നെ എന്താ നോക്കിയത്? ദശാംശ സംഖ്യകളെ എങ്ങനെയാണ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും സാധിക്കുമോ എന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ഒരിക്കലും ടഫായിട്ട് വരില്ലെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് നോക്കാം. അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.